നമ്മളുടെ നിത്യജീവിതത്തിലെ ഓരോ സാധനങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മളോട് ഒരുപാട് കഥകൾ പറയുന്നുണ്ടല്ലേ. നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ അത് കേൾക്കാതെ പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാ ദിവസവും കാണുന്ന, നമ്മൾ എല്ലാ ദിവസവും അതുമായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വീട്ടിലെ ചായപാത്രം നമ്മളോട് പറയുന്ന കഥകൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. നമ്മുടെ വീട്ടിലെ ചായപാത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോടും മനസ്സിനോടും ഒക്കെ മനോഹരമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധനമാണല്ലേ. ഒറ്റ നോട്ടത്തില് ഒരു ലളിതമായിട്ടുള്ള അടക്കള പാത്രമായിട്ട് ഇതിനെ തോന്നുമെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതയാത്രയുമായിട്ട് ഇതിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ചായപാത്രത്തിലെ ചായയുടെ തിളച്ചു മറിയൽ അല്ലെ. നമ്മള് ചായയും വെള്ളവും പാലും എല്ലാം കൂടി തിളച്ചു മറിയുന്നത് പോലെയാണ് നമ്മുടെ മനസ്സും പല സമയങ്ങളിലും തിളച്ചു മറിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും ദേഷ്യങ്ങളും തിരക്കുകള് ആശങ്കകള് ഇതൊക്കെ തന്നെ നമ്മുടെ ഉള്ളില് വളരെയധികം തിളച്ചു മറിഞ്ഞ് ചൂടാവുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ കൺട്രോൾ പോവുകയും ദേഷ്യപ്പെടുകയും നമ്മൾ വാശി കാണിക്കുകയും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പല പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടാവുന്നത്. തീ കൂട്ടി വെച്ചാല് ചായ പുറത്തേക്ക് ഒഴുകി പോകുന്നത് പോലെ തന്നെയാണ് തീ കുറച്ച് വെച്ചാല് വളരെ ടേസ്റ്റോട് കൂടി നമുക്കൊരു ചായ ആസ്വദിച്ച് കുടിക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ക്ഷമ കൈവിട്ടു പോകുന്ന സമയത്താണ് നമ്മൾക്ക് ഇതുപോലെ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൂടുകയും നമ്മളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കുറച്ച് ക്ഷമ പാലിച്ച് ഇതിനെല്ലാം ഒരു കൃത്യമായ ഉത്തരം കണ്ടെത്തി അതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഒരു മനസ്സമാധാനം ലഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പതിയെ പതിയെ നമ്മൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ നമ്മളിലൂടെ തന്നെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഒരു ഗ്യാസ് സ്റ്റൗവില് എത്ര തന്നെ കരി പിടിച്ചാലും അതുപോലെ തന്നെ ചൂടേറ്റാലും അത് തകർന്നു പോകില്ല. പകരം ചായപാത്രം അതതിന്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തില് കഠിനമായ സാഹചര്യങ്ങളിലും പ്രയാസങ്ങളിലും നമ്മളെ താങ്ങി നിർത്താനും അതിലൂടെ കൂടുതൽ കരുത്തുള്ളവരാക്കാനും നമ്മളുടെ ഓരോരോ കഴിവുകള് നമ്മളെ സഹായിക്കുന്നുണ്ടല്ലേ. ഒരു പരിചയവും ഇല്ലാത്ത വെള്ളം, പാല്, തേയില, ഇഞ്ചി ഇതെല്ലാം കൂടി ചേർന്ന് പറയുമ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് ഉള്ള ചായ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പലതരത്തിലുള്ള മനുഷ്യരും നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ അവരുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളും ചിന്തകളും അതുപോലെ അവരുടെ പ്രവർത്തികളും പല പല രീതിയിലുള്ളതായിരിക്കും. ഇത് നമ്മളിലേക്ക് വന്നു ചേർന്ന് ഒരു കുടുംബത്തിലേക്ക് വന്നു ചേരുമ്പോൾ ആ ഒരു കുടുംബത്തിലെ വീട്ടമ്മ ഇതിനെല്ലാം ഒപ്പം നിന്നുകൊണ്ട് ഇതിനെല്ലാം ഉപരിയായി എന്താണോ തീരുമാനങ്ങൾ എടുക്കുന്നത്, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിന്ന് ഓരോരുത്തരെയും പരിപാലിക്കുന്നോ ആ ഒരു രീതിയിലാണ് നമ്മൾക്ക് വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത്. നമ്മൾ വളരെ ക്ഷമയോടുകൂടി വളരെ ശാസനയോടുകൂടി കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് നമ്മൾക്കൊരു നല്ല ചായ ലഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബവും ഒരു നല്ല ഭംഗിയുള്ള ഒത്തൊരുമയോടുകൂടി പോകുന്ന ഒരു കുടുംബമായിട്ട് മാറുന്നത്. എത്ര എത്ര വർഷങ്ങൾ ഉപയോഗിച്ച് ചായപാത്രങ്ങൾക്ക് തട്ടുകളും മുട്ടുകളും കരിപ്പാടുകളും എല്ലാം വീണാലും അത് അതിന്റെ ജോലി കൃത്യമായി തുടർന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും വീഴുന്ന മുറിപ്പാടുകളും വേദനകളും അതെല്ലാം ഒരിക്കലും നമ്മളുടെ ഒരു വൈകല്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ പോരാടിയെടുത്ത നമ്മുടെ ജീവിതത്തിന്റെ പാടുകളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരുത്തിന്റെ പാടുകളാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതവും കൂടുതൽ മനോഹരമാകുകയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ അർത്ഥതലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓരോ ഇൻഗ്രീഡിയൻസും പാകത്തിനിട്ട് ഒരു ചായയാക്കി മറ്റുള്ളവരുടെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അത് അവർ വളരെ ആസ്വദിച്ച് ടേസ്റ്റോട് കൂടി ഊതി ഊതി കുടിക്കുന്നത് കാണുമ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാവുന്ന സംതൃപ്തി അതാണ്. സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഓരോ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ നിസ്വാർത്ഥരായിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവർക്കും എല്ലാം ലഭിക്കുന്ന ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ മാറ്റിവെക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും നമ്മളുടെ ആഗ്രഹങ്ങളോ ഡ്രീമുകളോ ഒന്നും മാറ്റിവെക്കുക എന്നുള്ളതല്ല. മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ടി വരുമ്പോൾ ചില സാക്രിഫൈസുകൾ, അതിപ്പോ ഒരു വീട്ടമ്മ എന്ന നിലയിലോ ഒരു ഗൃഹനാഥൻ എന്ന നിലയിലോ മക്കൾ എന്ന നിലയിലോ ചിലപ്പോൾ ഒരു വീട്ടിലെ എല്ലാവർക്കും വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ചില കാര്യങ്ങൾ ഒന്ന് മാറ്റിവെക്കുക എന്നുള്ളത്. എക്കാലത്തേക്കും മാറ്റിവെക്കാനല്ല, മറിച്ച് നമ്മൾക്ക് ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കഴിയുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാത്തിനും ശേഷം ചായ തീർന്നു കഴിയുമ്പോൾ ആ ഒരു പാത്രം ശൂന്യമായി പോകുന്നുണ്ട്. അത് കഴുകി വൃത്തിയാക്കി നമ്മൾ പുതിയൊരു ദിവസത്തിന് വേണ്ടി മാറ്റിവെക്കും. അതുപോലെ തന്നെയാണ് ഇന്നലത്തെ സങ്കടങ്ങളും ഇന്നത്തെ സ്ട്രെസ്സുകളും എല്ലാം മാറ്റിവെച്ച് ഓരോ പുതിയ ദിവസത്തിനും വേണ്ടി പുതിയൊരാളായി നമ്മളും കാത്തിരിക്കുക. നാളേക്ക് വേണ്ടിയുള്ള നന്മകൾക്ക് വേണ്ടി നമ്മളും കാത്തിരിക്കണം. അതുപോലെ ചായപാത്രത്തെ പോലെ തന്നെ നമ്മളുടെ മനസ്സും ശരീരവും എല്ലാം കഴുകി വൃത്തിയാക്കി ഓരോരോ ദിവസങ്ങളിലും അതാത് ദിവസത്തെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഴുകി വൃത്തിയാക്കി നല്ല നാളേക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നല്ലതിനായി കാത്തിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സ്റ്റേ ട്യൂൺഡ്. ബൈ.